ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് തൈകളൊക്കെ നടുന്നതാണ്. നമ്മുടെ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കൂൾ സീസൺ തൈകളാണ് വാങ്ങിച്ചത്. കഴിഞ്ഞ മാസമേ നടേണ്ടതായിരുന്നു, എനിക്കിപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് അത് എങ്ങനെയാണ് നടുന്നതെന്നൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് ഓലയൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ചെടിച്ചട്ടികൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്തിരി വലിയ ചെടിച്ചട്ടികളാണ്. അപ്പോൾ അതിൽ നിറച്ചും മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊക്കിയെടുക്കാനൊക്കെ ഇത്തിരി പാടാണ്. അതുകൊണ്ട് ചട്ടികളൊക്കെ നിറയ്ക്കുമ്പോൾ ഭാരമില്ലാതിരിക്കണമെങ്കിൽ ഇതുപോലെ കരിയിലയോ അല്ലെങ്കിൽ ഓല, വാഴപ്പിണ്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളവുമാണ് ചെടിക്ക്, അത് വളർന്നു വരാൻ. ഇന്ന് ഞാൻ എൻ്റെ ചെടിച്ചട്ടിയിലെല്ലാം നിറച്ചിരിക്കുന്നത് തെങ്ങിൻ്റെ ഓലയാണ്. അത് കുറച്ച് ഉണങ്ങിയത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചെടിച്ചട്ടിയിലെല്ലാം ഞാനിത് നിറച്ച് കൊടുത്തു. എന്നിട്ട് നമ്മുടെ പോട്ടി മിശ്രിത മണ്ണ്, ചകിരിച്ചോറ്, എല്ലുപൊടി, വേപ്പിമണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടു കൊടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാനൊരു കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ തെങ്ങിൻ്റെ ഓല ചെടികൾ വളരുന്നതിനനുസരിച്ച് ഇത് ദ്രവിച്ച് നല്ലൊരു കമ്പോസ്റ്റാണ്. അപ്പം നല്ലൊരു വളമാണ്. അപ്പോൾ ചെടികളും വളരും, അതിനനുസരിച്ച് ഇത് ദ്രവിച്ച് നല്ലൊരു വളമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും. ഇത് പൊന്നാങ്കണ്ണി ചീര, ചീരച്ചേമ്പ്, ക്യാബേജ്, കോളിഫ്ലവർ, ബിക്സ് തുളസി, ഈ 4-5 ഐറ്റമാണ് ഞാനിന്ന് ചെടിച്ചട്ടിയിലൊക്കെ നടുന്നത്. പൊന്നാങ്കണ്ണി ചീര കണ്ണിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. കാഴ്ചക്കുറവിനൊക്കെ ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിച്ചാൽ അല്ലെങ്കിൽ കറികളിലൊക്കെ ഇട്ട് ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് ലഭിക്കുമെന്ന് പറയുന്നു. എന്തായാലും ഞാനതൊരെണ്ണം വാങ്ങിച്ചു. ആ ചെടിച്ചട്ടി അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാബേജിൻ്റെ തൈയും കൂടെ നടുകയാണ്. ഒരു ക്യാബേജും കൂടെ ഈ ചെടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചെടി ഒരു വെറൈറ്റി ചെടി. ഇത് വിക്സ് തുളസി എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ ഇലയ്ക്ക് നല്ല മണമാണ്. വിക്സിൻ്റെ തലവേദനയൊക്കെ വരുമ്പോൾ ഇതൊന്ന് ഞെരടി അതിൻ്റെ നീര് നെറ്റിയിൽ പുരട്ടിയാൽ നല്ല ആശ്വാസം കിട്ടുമെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ഞാൻ വാങ്ങിച്ച നഴ്സറിയിലെ ചേച്ചി. ഇതിൻ്റെ ഒരു തണ്ട് കുഴിച്ച് വെച്ചാൽ മതി. ഇതിൻ്റെ തണ്ടിൽ തന്നെ ഇപ്പോൾ വേര് വന്നിട്ടുണ്ട്. പൊന്നാങ്കണ്ണി ചീര, വിക്സ് തുളസി, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയാണ് നട്ടു കൊടുത്തിരിക്കുന്നത്. ചീരച്ചെടിന് ഇനി ഒരു ചെടിച്ചട്ടി വാങ്ങിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചെടിച്ചട്ടി. ഈ ചെടിച്ചട്ടി വലിയ ചെടിച്ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഒന്നിലധികം ചെടികൾ ഇതിനകത്തൊക്കെ നട്ടു കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുണ്ട്, നല്ല വീതിയും ഉണ്ട്. ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇങ്ങനെ നമ്മൾ തൈകൾ നടുന്നതിന് മുമ്പ് സിഡോമോണസ് ലൈനിൽ ഒരു 10 മിനിറ്റ് മുക്കി വെക്കുന്നത് നല്ലതാണ്. അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാളെ മറ്റോ വാങ്ങിച്ചിട്ട് തളിച്ചു കൊടുക്കണം. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറിച്ചെടുത്ത കാന്താരിയിൽ നിന്ന് ഇന്ന് പറിച്ചെടുത്ത കാന്താരി മുളകാണ്. ഇതിൽ നിറച്ച് ഇനിയും നിപ്പുണ്ട്. ഇന്നത്തെ ആവശ്യത്തിനുള്ളതാണ്. ഇത് നമ്മുടെ ഉടങ്കല്ലി മുളകാണ്. ഇതിലെ കായ്കളൊക്കെ നല്ല പഴുത്ത് നിൽക്കുകയാണ്. നല്ല മണവും എരിവും ഉള്ള ഒരു മുളകാണ് ഈ ഉടങ്കല്ലി. ഇന്ന് ഇതിൻ്റെ ഒരു വിളവെടുപ്പുണ്ട്. ഇത് പഴുക്കുന്നത് വരെ നിർത്തിയിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ എനിക്കിത് ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. ഇനി ഇത് നിർത്തിയിരുന്നാൽ അഴുകിപ്പോകും. അതുകൊണ്ടങ്ങ് പറിച്ചെടുക്കുകയാണ്. ഇപ്രാവശ്യം വലിയ കൃഷിയൊന്നുമില്ലായിരുന്നു. എന്നാൽ അത്യാവശ്യം വീട്ടിലേക്കുള്ള പച്ചമുളകും വഴുതനയും പയറും വെണ്ടയൊക്കെ നട്ടിട്ടും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇടയ്ക്കൊക്കെ എനിക്ക് വിളവ് ലഭിക്കുകയും ചെയ്തു. ഒരുപാട് നോക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. ഇത് മറ്റൊരു മുളകാണ്. ഇത് നല്ല എരിവുള്ള ഒരു മാലിമുളകെന്ന് പറയുന്ന ഒരു മുളകാണ്. നേരത്തെ ഇത് താഴെ ഇഷ്ടംപോലെ മുളക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് മാറ്റി നട്ടപ്പോഴത്തേന് അതങ്ങ് നശിച്ചു പോയി. അതിൻ്റെ എന്തായാലും ഒരു തൈ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് കുറച്ച് മുളകാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുളകും കറിവേപ്പിലയും ഒക്കെ നട്ടുപിടിപ്പിക്കണം. എനിക്കിവിടെ സ്ഥലമില്ലെങ്കിലും ഞാൻ ടെറസിലും സ്റ്റെപ്പിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നട്ടതൊക്കെ ഞാൻ ഇവിടെ സ്റ്റെപ്പിൽ വെച്ചേക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ ഇത്തിരി വെയിലൊക്കെ കിട്ടും. മറ്റേ താഴെ വെച്ച് കഴിഞ്ഞാൽ വെയിൽ കിട്ടത്തില്ല, പെട്ടെന്ന് അങ്ങ് അളിഞ്ഞു പോകും. എല്ലാ ചെടികൾക്കും സൂര്യപ്രകാശം അത്യാവശ്യമാണ്. നമ്മുടെ ചീരച്ചേമ്പ് ഞാൻ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നട്ടു. തറയിൽ നടണമെന്ന് വിചാരിച്ചതായിരുന്നു, പിന്നെ അത് ചട്ടിയിലേക്ക് മാറ്റി നട്ടു. നമ്മുടെ കോളിഫ്ലവറും കാബേജിനും ചട്ടികളില്ല, കുറച്ച് ചെടികൾക്ക്.
അത് ഞാൻ കുറച്ച് ചെറിയ കവറിനകത്താക്കി മണ്ണ് നിറച്ച് നട്ടിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ചട്ടി വാങ്ങിച്ച് അതിനകത്ത് നട്ടു കൊടുക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ആരും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.